ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു മുട്ടം വഴക്കുണ്ടാകുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. മാല അങ്ങോട്ടേക്ക് ചന്ദ്ര കൊണ്ടുപോയല്ലോ. ചന്ദ്രയുടെ മാല തന്നെ ഇടത്തുള്ളന്ന് ചന്ദ്ര. അതുപോലെ തന്നെ നമ്മുടെ വർഷയുടെ അമ്മയാണെങ്കിൽ വർഷയുടെ അമ്മ കൊണ്ടുവന്ന മാല ഇടത്തുള്ളന്ന്. ഒരു തരത്തില് നമ്മുടെ വർഷ പരിഹരിച്ചു. രണ്ടു മാലയും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരിക. എന്റെ പൊന്നോ, നമ്മുടെ സച്ചി ഒരു വഴക്കൊക്കെ ഓർത്തിരുന്നതായിരുന്നു. പക്ഷെ അവിടെ വഴക്കൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും തന്നെ സച്ചി പെട്ടെന്ന്, അയ്യോ അച്ഛാ, ഇതെന്താ ഇതെന്താ അവിടെ രണ്ടു മാല ഇട്ടുകൊണ്ട് വരുന്നത്? അപ്പോഴത്തേക്കാണ് രേവതി പറഞ്ഞത്, അതെ, അവളാണ് മിടുക്കി. അവള് മിടുക്കി പെൺകുട്ടിയാ. അതുകൊണ്ട് തന്നെയാ അമ്മേനെയും പിണക്കാതെ അമ്മായിയമ്മയെയും പിണക്കാതെ അവളിപ്പം ആ രണ്ടു മാലയും എടുത്തിട്ടോണ്ട് വന്നിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നോ? ഓഹോ, അത് കൊള്ളാലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു, ആ, അത് ശരിയാ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം വർഷയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്ര ഇന്ന് ഇവിടെ എടുത്ത് മറച്ചു വെച്ചേനേലോ. അപ്പൊ രേവതി പറഞ്ഞു, അല്ലെങ്കിൽ അവള് ബുദ്ധിയുള്ള കുട്ടിയും അതുപോലെ തന്നെ കുറച്ച് വിവരവും ബോധമൊക്കെ ഉണ്ട്. പിന്നെ വായി തോന്നുന്നതൊക്കെ പെട്ടെന്ന് വിളിച്ചു പറയുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നത്. ചന്ദ്ര ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചുമ്മാ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ചന്ദ്രേ, ഇതെന്തു പറ്റി? ഇതെന്താ വർഷം രണ്ടു മാലയും കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത്? അതോ, അതാണ് ദേ നല്ല വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവന്നാലുള്ള ഗുണം. ഇല്ലെങ്കിൽ ദേ ഇവളെ പോലെയൊക്കെ ഇരിക്കുന്ന രേവതീനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ ചന്ദ്ര പറയാ, അതേ, ഞാനും ഒരു മാല കൊണ്ടുവന്നു. അതുപോലെ അവരുടെ ആചാരപ്രകാരം മഹിമയും ഒരു മാല കൊണ്ടുവന്നു. അത് രണ്ടും ഞങ്ങളിടാൻ മത്സരിച്ചപ്പം ദേ വർഷമോളില്ലേ, അത് രണ്ടും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇടുവാ ചെയ്തത്. അങ്ങനെയാ വിവരവും ബുദ്ധിയും ബോധവും ഉള്ള പെമ്പിള്ളാര്. ഇവളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവളുടെ അമ്മ കൊണ്ടുവന്ന മാല മേടിച്ചിട്ടേനെ. ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞു, അതെ, നിന്റെ വായടക്കി വെച്ചോ. ഈ രേവതിയെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. കാരണം ഇവൾ എങ്ങനത്തെ ഉള്ളവളാണെന്ന് ഇവളോട് പരിചയപ്പെടുന്ന എല്ലാവർക്കും ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന എൻ്റെ മരുമകള് എന്നും എൻ്റെ കുടുംബത്തിന്റെ മഹാലക്ഷ്മി തന്നെയാ. അവള് നല്ല രീതിയിൽ തന്നെ അവിടെ ജീവിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് നീ അവളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ ചന്ദ്ര. നീ ഇപ്പം നിന്റെ കാര്യം നോക്ക്. അല്ല, നിന്റെ ഒരു മരുമകൾ എന്തിയെ കാണുന്നില്ലല്ലോ? ആ, അവളെ പോയി വിളിച്ചോണ്ട് വരണം. അവിടെ ഒരുങ്ങ. അങ്ങ് മലേഷ്യന്ന് അവളുടെ അച്ഛൻ വരണ്ടേ? എന്നിട്ട് വേണം താലിമാറ്റൽ ചടങ്ങ് തുടങ്ങാനായിട്ട്. ഇത് കേട്ട ഉടനെ നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? ആദ്യത്തെ ചടങ്ങ് നടക്കുന്നത് അത് ശ്രുതിയുടെ അല്ലേ? അപ്പം ആദ്യം ശ്രുതിയല്ലേ വരേണ്ടതും മണ്ഡപത്തിൽ വന്നിരിക്കേണ്ടതും? ആ, അത് ശരിയാണല്ലോ അല്ലെ? അല്ല, പിന്നെ എന്തിനാ ഇപ്പൊ ശ്രുതിനെ ഇങ്ങോട്ട്, അല്ല വർഷേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആ ചടങ്ങ് കഴിഞ്ഞു കൊണ്ടുവന്നാ പോരായിരുന്നോ? അത് പിന്നെ വേറൊന്നുമല്ല, അത് അവൾക്ക് അവളുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് നിന്ന് ഈ മണ്ഡപത്തിൽ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുക്കണം. അതുമല്ല, കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ എങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് വളർത്തിയ കൊച്ചായിരുന്നു. അതൊക്കെ പോട്ടെ. അതിന്റെ ഒന്നും ഒരു കുറവും ഇല്ലാതെ ഇപ്പം ഈ ചടങ്ങ് നടത്തുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാ വർഷമോള് നേരത്തെ വന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ, പോയി ഈ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാന്ന് പറഞ്ഞു. അപ്പം വന്നേ ഭാമേ, നമുക്ക് ഒന്ന് പോകാം, പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുക. ശ്രുതിയാണെങ്കിൽ മറ്റേ മുള്ളിന്റെ പുറത്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അതിന് ശ്രുതി മീരയോട് ചോദിക്കുക, മീരെ, എന്തെങ്കിലും നടക്കുമോ മീരെ? അയാൾ ഇപ്പോഴെങ്ങാനും വരുമോ? വരും, നീ സമാധാനപ്പെട്. വരുന്ന് ഞാനല്ലേ പറയുന്നത്. അയാള് പകുതി വരെ എത്തിയെന്നല്ലേ പറഞ്ഞത്. അയാൾ വന്നു കഴിഞ്ഞാൽ നീ നോക്കിക്കോ. ദേ സച്ചിനെ കുടിപ്പിച്ച് കിടത്തും. കുടിപ്പിച്ച് കിടത്തി അവൻ ഇവിടെ കിടന്ന് കാണിക്കാൻ പറ്റാത്തതെല്ലാം കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി ഈ ചടങ്ങ് കോളവാക്കി കൈ കൊടുക്കും. നിനക്കതുപോലെ? അല്ല മീരെ, നീ കുറെ നേരമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. വല്ലതും നടക്കുവോ? നീ പേടിക്കാതിരിക്കുക ശ്രുതി. നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. ഇത്രയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ എത്തിയില്ലേ, ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ നടക്കും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മീര. ഇതിനിടയിലാണ് നമ്മുടെ മഹിമയുടെ അടുത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ വന്നിട്ട്, അല്ല, നീ ആരെയൊക്കെ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞിട്ട് വല്ലതും നടക്കുവോ? അല്ലെ, ഇന്ന് എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ടോ? അത് പിന്നെ ദേ ഏട്ടൻ വെയിറ്റ് ചെയ്യ്. ദേ രണ്ടുപേര് വരുന്ന ആരാണെന്ന് നോക്കിക്കേ. ആ ആ രണ്ടുപേരെ കൊണ്ട് എന്താ പ്രയോജനം? ആ, അവരെ കൊണ്ട് പ്രയോജനമുണ്ട്. അവര് ഞാൻ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാ. ഇപ്പൊ കണ്ടോണം ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന്. അപ്പൊ രണ്ടുപേര് ഇച്ചിരി ഡീസന്റ് ഒക്കെ ആയിട്ട് നല്ല വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഉടുത്തിട്ട് വരികയാണ് രണ്ടുപേര്.
എന്നിട്ട് നമ്മുടെ മഹിമയുടെ അടുത്തേക്ക് വന്നപ്പോൾ മഹിമ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതിന് ദേ പ്രത്യേകിച്ചെടുത്ത് പറയണമെന്നുണ്ടോ മേഡം? കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കും. ഇന്ന് അവൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അതിനുള്ള കാര്യമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതേ ഈ വാചകത്തിൽ മാത്രം പോരാ, ചെന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഇയാളൊരു ഫോണൊക്കെ എടുത്ത് ചെവിയിൽ വെച്ചിട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സച്ചി രേവതി അങ്ങനെ ഇരിക്കുകയാണ്. രേവതി സച്ചിയുടെ ഈ ഒരു കാട്ടായൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നവരെല്ലാം നമസ്കാരം കാണിക്കുന്നതല്ലാതെ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല പുള്ളിക്കാരൻ. അതുമല്ല സച്ചി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോക്കി ഏതാണ്ട് പിടിച്ച് കൂട്ടിനകത്ത് പിടിച്ചിട്ട കോഴീനെ പോലെ ഇരിക്കുന്നത്. അപ്പം അയാൾ പെട്ടെന്ന് ഫോണുമായിട്ട് ഇങ്ങനെ വരികയാണെ. ഫോണുമായിട്ട് വന്നിട്ട്, ആ ഹലോ ഹലോ, ആ ഞങ്ങളിതേ ഇവിടുത്തെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയുണ്ട്. ആ ഇന്നേ സാറിന്റെ മോളുടെ താലിമാറ്റൽ ചടങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ സച്ചിയുടെ അടുത്ത് അങ്ങോട്ട് നിന്നു. സച്ചിയുടെ അടുത്ത് ചേർന്ന് നിന്നിട്ട് പുള്ളിക്കാരനൊരു നല്ലൊരു ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കനമുള്ള ഷൂ. ആ ഷൂ വെച്ച് എന്ത് ചെയ്തു, നമ്മുടെ സച്ചിയുടെ കാലങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് ഇടിച്ചു. സച്ചി ആണെങ്കിൽ അയ്യോ, ഒത്തിരി ഒച്ച വെക്കത്തില്ലല്ലോ സച്ചി, അയ്യോ ആ എടുക്ക് എന്റെ കാലെന്ന്. ഈ പുള്ളിക്കാരനാണ് മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ പിന്നെ അങ്ങ് ചവിട്ടങ്ങ് കൂട്ടി ഇങ്ങനെ ആ കാലിന്റെ ആ തുമ്പുവശം ഉണ്ടല്ലോ, വിരലുകളുള്ള വശം കൊണ്ട് ഇങ്ങനെ ചവിട്ടി മെതിച്ചങ്ങ് വിടുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ട്. സച്ചേട്ടാ എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ പറ്റിയത്? അതാ എന്റെ കാല് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതിക്ക് മനസ്സിലാവുന്നില്ല എന്താ സച്ചേട്ടാ ഇത് എന്നിങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി എന്ത് ചെയ്ത് അയാളെ അങ്ങ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പിടിച്ചങ്ങ് തള്ളി. അപ്പോഴത്തേക്ക് ഈ സച്ചിക്ക് അത്യാവശ്യം ആരോഗ്യം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് അങ്ങ് മാറിയിട്ടോ. അതായത് ഒന്നും അങ്ങ് തെന്നി അങ്ങ് പോയി. അപ്പോഴത്തേക്കും പറഞ്ഞു, തനിക്ക് കണ്ണ് കാണത്തില്ലേ, എന്റെ കാല് ചവിട്ടി പീച്ച് ഒരു പരുവാക്കിയല്ലോ നിങ്ങളെന്ന് പറഞ്ഞപ്പം, അയ്യോ സാർ സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാണോ? അപ്പൊ രേവതി അങ്ങ് ചൂടാകാൻ ചെയ്തു, നിങ്ങൾക്ക് എന്റെ കണ്ണ് കാണത്തില്ലായിരുന്നോ? നിങ്ങളെന്താ ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? നിങ്ങൾക്ക് പാവത്തിന്റെ കാലിരിക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ ചവിട്ടി കോളമാക്കിയില്ലേ എന്റെ ഭർത്താവിന്റെ കാലെന്ന് ചോദിച്ചു രേവതി അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. രേവതി അപ്പം പരിസരം മറന്നുപോയി. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞ്, സാരമില്ല രേവതി, പോട്ടെ എന്ന് പറയും. അപ്പൊ രേവതിക്ക് തന്നെ ഒരു അതിശയം, അല്ല സച്ചിന്റെ കാല് ചുമന്നിരിക്കുന്ന കണ്ടില്ലേ? ഏയ് അത് സാരമില്ല, താൻ അറിയാതെ ചെയ്തതല്ലേ, പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചാലോ, ഒരു പ്രശ്നമില്ലേ, തനിക്ക് ഞാൻ ഇത്രയും ചവിട്ടിയിട്ട് വേദന എടുക്കുന്നില്ലേ? അത് പിന്നെ താൻ അറിയാതെയല്ലേ ചവിട്ടിയത്? ആ അറിയാതെയൊക്കെയാ ചവിട്ടിയത്, എങ്കിലും തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? ദേഷ്യം വരുന്നില്ലേ? എനിക്ക് ദേഷ്യം വരുന്നില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്. താൻ പോവാൻ നോക്ക്, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാന്ന് പറഞ്ഞ് സച്ചി അങ്ങ് ഇരിക്കുകയാണ്. അയാളാണെങ്കിൽ അങ്ങോട്ട് എന്തോ പോലെ ആയി പോയിട്ടോ. അയാൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഓർത്തതാ. നമ്മുടെ മഹിമ ഇതൊക്കെ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ സച്ചിക്കൊരു കൂസലും ഇല്ല. സച്ചി അവിടെ ഇരിക്കുകയും ചെയ്തു. അങ്ങ് എന്തോ പോലെ ആയി പോയി അയാൾക്ക്. അയാൾ ഓർത്ത് വലിയ ഭൂകമ്പം നടത്തും, അത്രയും ബലത്തിലാ കയറി നമ്മുടെ സച്ചിയുടെ കാലിൽ ചവിട്ടിയത്. അപ്പം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് തന്നെ ഓർത്തിരുന്നാണ്. പക്ഷെ അവിടെയും നമ്മുടെ മഹിമ പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം. ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് ചോദിച്ചു, എന്താ സച്ചിയേട്ടാ ഇത്, സച്ചിയേട്ടന് വേദനിച്ചെങ്കിൽ സച്ചിയേട്ടൻ എന്താ മിണ്ടാതിരുന്നത്? അയാൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒന്ന് ചവിട്ടിപ്പോ അയാൾക്ക് അറിയത്തില്ലേ? വേണ്ട രേവതി, ഇനിയിപ്പൊ ഇപ്പൊ അയാൾ വന്ന് എന്റെ കാലേ ചവിട്ടി, ഇവിടെ ഞാൻ എണീറ്റ് നിൽക്കുന്നു, അയാൾക്ക് ഒരു അടി കൊടുക്കുന്നു, ഇവിടെ വലിയ പ്രശ്നമാകുന്നു, പിന്നെ പറയണോ, എന്റെ തലയിലെല്ലാം ആവും. അതിലും ഭേദം നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ, ഞാൻ ഇവിടെ വന്ന് കമാന്നൊരു അക്ഷരം മിണ്ടൂല, പ്രശ്നം ഉണ്ടാക്കൂലെന്ന്. അപ്പൊ പിന്നെ ഇത് തന്നെയല്ലേ നല്ലതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കും പാവം തോന്നിയിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മഹിമേനെ കാണിക്കാം. അപ്പൊ മഹിമ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ചെയ്തത്, അവനെ പോയി ചവിട്ടിയില്ലേ? ആ ചവിട്ടി മേഡം, രക്ഷ ഉണ്ടല്ലോ. അയാള് കുലുങ്ങുന്ന ലക്ഷണമില്ല. ഞാൻ നല്ലൊരു കാല് ചവിട്ടി പീച്ച് മെതിക്കുക ഞാൻ ചെയ്തത്. എന്നിട്ടും എന്നെ ഒന്നും പറഞ്ഞില്ല. ഏ അതെന്താ ഒന്നും പറയാത്തത്? അതെ, തനിക്ക് നല്ല ബലത്തിലങ്ങ് ചവിട്ടത്തില്ലായിരുന്നോ? താൻ പൂച്ചക്കുഞ്ഞിനെ തട്ടുന്ന പോലെ തട്ടിക്കാണും, അതായിരിക്കും അവൻ അനങ്ങാതിരുന്നത്. ഷൂ അല്ല മേഡം, ഞാൻ ദേ ഈ ഇട്ടിരിക്കുന്ന ഷൂ കണ്ടില്ലേ, ഇതും കൊണ്ട് അമർത്തി ചവിട്ടി ചവിട്ടി അവന്റെ കാല് ചുമന്നിരിക്കുക. പിന്നെ കാല് ചുമന്നിരിക്കുകയാണെങ്കിലേ അവൻ ഇങ്ങനെയൊന്നുമല്ല, അവന്റെ ദേഹത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അവൻ തിരിച്ചടിച്ച് അവൻ ചെരുപ്പെടുത്തേണ്ടതാ. എന്നിട്ട് അവൻ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിലേ താനൊന്നും ചെയ്ത് അവൻ ഏറ്റിട്ടില്ലടോ. എന്റെ പൊന്നു മേഡം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല രീതിയിൽ തന്നെ ചവിട്ടിന്ന്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വർഷയുടെ അമ്മയുടെ മഹിമയുടെ കാലിൽ ഒരു ഒറ്റ ചവിട്ടി. അയ്യോ, നമ്മുടെ വർഷയുടെ അമ്മയുടെ കിളി പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് അയ്യോ എന്റെ കാലേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കരയാനും തുടങ്ങിട്ടോ.
എന്നിട്ട് ആ പുള്ളിക്കാരനെ ഇല്ലാത്തതൊന്നുമില്ല വള കുള 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 നമ്മളെ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നത്. ഈ സ്പീഡിൽ വിട്ട് പിളപ്പിളപ്പിളന്ന് കേൾപ്പിക്കുമല്ലോ, അതുപോലെയാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കേൾപ്പിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ അയാളെ ചീത്ത പറഞ്ഞു. അയാൾ പറഞ്ഞു, അല്ല മേഡം, മേഡത്തിന് വേദന എടുത്തില്ലേ? ഇതുപോലെ തന്നെയാ മേഡം ഞാൻ ചവിട്ടിയത്. ഇതിലും ഏറെ 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 ആരോഗ്യം ഉപയോഗിച്ചാ ഞാൻ ചവിട്ടിയത്. എന്നിട്ടും അയാൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലേ അയാൾ ഇന്ന് മിക്കവാറും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നോക്കും അയാള്. അതായിരിക്കും അയാളുടെ ലക്ഷ്യം. അതുകൊണ്ടാ അയാൾ അങ്ങനെ മിണ്ടാതിരുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞത് ഇപ്പൊ എന്റെ ഈ ചെകിട് ചവിട്ടി പൊട്ടിച്ചേനെ. അമ്മാതിരി ചവിട്ടാ ഞാൻ ചവിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും നിങ്ങളെ കൊണ്ടുവന്നതല്ലേ, ഇനി അവനിട്ടൊരു പടി കൊടുക്കുക തന്നെ വേണം. ഒരു കാര്യം ചെയ്യാം, വേറെ എന്തെങ്കിലും വഴി ഒപ്പിക്കാം. മേഡം പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ അടുത്ത വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമയുടെ ഭർത്താവ് വന്നിട്ട്, വർഷയുടെ അച്ഛൻ വന്നിട്ട്, അല്ല എന്തായി, നീ കൊണ്ടുവന്ന ആൾക്കാരെന്തെങ്കിലും എന്താകാനാ, ഒന്നും ആയിട്ടില്ല. ഏതായാലും ആകും, ഉടനെ തന്നെ ആകും. പിന്നെയും കാണിക്കുക നമ്മുടെ സച്ചിനെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ സച്ചിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരും. അപ്പൊ ഫോൺ കോൾ വരുമ്പോഴത്തേക്കും രേവതിയോട് ചോദിച്ചു, അല്ല ഞാനൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് ഇവിടെ ഇരുന്ന് സംസാരിച്ചാ പോരെ? ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, ഞാൻ പുറത്തു പോയി ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ വരാം. ഷോ, ഇതെന്താ രേവതി, കൊച്ചു കുട്ടികളെ പോലെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാത്തത്? ഞാനേ സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പുറത്തു പോയി നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടെ നേരെ ശ്രുതിയുടെ മീരയുടെ അടുത്തേക്ക് ചെല്ലാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഏകദേശമൊക്കെ ഒരുങ്ങി മാലകളൊക്കെ അണിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു 3 മാല എങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ ഇതുവരെ വരാറായില്ലേ? സമയം എത്രയായി ഓർത്തോണ്ടാ നിന്റെ ചടങ്ങ് ആദ്യം നടത്താൻ പോകുന്നത്. നിന്റെ അച്ഛൻ വേണ്ട ചടങ്ങിന്. ഞാൻ പറഞ്ഞതാ, ഈ ചടങ്ങിന് നിന്റെ അച്ഛൻ ഇല്ലാതെ ഈ ചടങ്ങ് ഞാൻ നടത്താൻ സമ്മതിക്കില്ലെന്ന്. നിന്റെ അച്ഛൻ ഇപ്പൊ വന്നേ പറ്റൂ. അല്ല വിളിച്ചിട്ട് എവിടം വരെ ആയിന്നാ പറഞ്ഞേ? അത് പിന്നെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആന്റി, അച്ഛൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഔട്ട് ഓഫ് കവറേജ് ഏരിയോ? ആ അതെ, ശ്രുതിയുടെ അച്ഛന് ഇപ്പൊ ഫ്ലൈറ്റിലാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഔട്ട് ഓഫ് കവറേജ് ഏരിയ കാണിക്കുന്നത്. അതങ്ങനെയാണല്ലോ, ഫ്ലൈറ്റിലാണെങ്കിൽ വിളിച്ചാൽ കിട്ടത്തില്ല എന്നിങ്ങനെ നമ്മുടെ മീര പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, ശോ ഇത് വലിയ കൂത്തായി പോയല്ലോ. ശോ, ഇതെന്താ ഇപ്പൊ വരും, നാളെ വരും, മറ്റന്നാ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കല്ലാതെ ഇതുവരെ നിന്റെ അച്ഛൻ വരില്ലേ? അല്ല വല്ല ഉറപ്പും ഉണ്ടോ എന്റെ പൊന്നു മോളെ ശ്രുതി എന്ന് ചോദിച്ചപ്പം, ഉറപ്പായിട്ടും അച്ഛൻ വരൂന്നേ. സംശയം ഉണ്ടെങ്കിൽ ഇതേ ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ച് കാണിക്കാന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീര പറഞ്ഞു, കണ്ടില്ലേ ഔട്ട് ഓഫ് കവറേജ് ഏരിയ, കുറച്ച് നേരം മുമ്പ് വിളിച്ചപ്പോൾ വരെ കിട്ടിയതാ. അപ്പൊ ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കും. ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയമൊക്കെ മാറുമല്ലോ. നിങ്ങൾ സമാധാനപ്പെടാ, ശ്രുതിയുടെ അച്ഛൻ ഇപ്പൊ തന്നെ എത്തുന്നേ. ശ്രുതിയുടെ അച്ഛനും പിന്നെ ഇളയച്ഛനും അതുപോലെ ഇളയമ്മയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്താണെങ്കിലും ഇവിടെ വന്നേ പറ്റൂ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇന്നത്തെ ചടങ്ങിന് നിന്റെ അച്ഛൻ പങ്കെടുത്തിരിക്കണം, അല്ലെങ്കിൽ ഈ ചന്ദ്ര ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്നെ അറിയാലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ അച്ഛൻ ഇവിടെ വന്നിരിക്കണം, കേട്ടോടി ശ്രുതി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല ഇതെന്ത് പറ്റി, നിനക്ക് ഈ 2 മാലയേ ഉള്ളോ? ഈ 2 മാല അണിഞ്ഞോണ്ടാണോ ആ മണ്ഡപത്തിലേക്ക് നീ വരാൻ പോകുന്നത്? എടി ആ വർഷേനെ പോയി നോക്ക്, കഴുത്ത് നിറയെ മാലകളാ. എന്നിട്ട് ഞാൻ കെട്ടിക്കേറ്റിക്കൊണ്ട് വന്ന മരുമകള് കഴുത്തിലൊന്നുമില്ലാതെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇതിപ്പോ എന്ത് ചെയ്യാനാ? പിന്നെ സാരമില്ല, നിന്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് വരുമ്പം കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമായിരിക്കുമല്ലോ, ഒരു 2-3 കിലോ എങ്കിലും കൊണ്ടുവരുമോ? അപ്പോഴാണ് പെട്ടെന്ന് മീര പറഞ്ഞത്, അല്ല ഈ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരാനേ, അല്ല ഈ കിലോ കണക്കിന് കൊണ്ടുവരാന് പച്ചക്കറിയോ അല്ലെങ്കിൽ പലചരക്ക് കടയൊന്നും അല്ലല്ലോ വർഷയുടെ അല്ല ശ്രുതിയുടെ അച്ഛൻ അവിടെ ഇട്ടിരിക്കുന്നത്. എന്താണ് നീ പറഞ്ഞത്? അല്ല അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല ആന്റി, കസ്റ്റംസ് ഒക്കെ പിടിക്കില്ലേ? ആണോ? എങ്കിലും 1-2 കിലോ ഒക്കെ ഒക്കുവല്ലേ? അത് ചിലപ്പോ കൊണ്ടുവരുമായിരിക്കും. അതാ എന്റെ ഏക ആശ്വാസം. ഒരു കാര്യം ചെയ്യാം, ഭാമേ എന്റെ മാല അങ്ങ് ഊരിക്കെ, ഇവൾക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിലുണ്ടല്ലോ ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ, മലേഷ്യയിലെ വലിയ മരുമകളാന്ന് പറഞ്ഞിട്ട് അവളുടെയൊക്കെ മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കണ്ടേ? ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയാണെങ്കിൽ, ശ്രുതി കണ്ടോ നിന്റെ അമ്മായിയമ്മയുടെ മനസ്സ്, ഓ നിന്നെ കുറച്ച് കാണിക്കാതെ ഇരിക്കാൻ വേണ്ടി സ്വന്തം മാല ഊരിയിട്ട് തരിക. അത്ര സ്നേഹ നിന്നോട് നിന്റെ അമ്മായിയമ്മയ്ക്ക്. ഇത് കണ്ടു പഠിക്ക്. ഇതുപോലെ ഒരു അമ്മായിയമ്മേനെ കിട്ടാൻ പുണ്യം ചെയ്യണം
ഏതെങ്കിലും മാലയൊക്കെ ഇടും, വാ ചന്ദ്രൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് ഭാമ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ ഈശ്വരാ ഇനി എന്ത് ചെയ്യും എൻ്റെ പൊന്നു മീര്, എനിക്ക് വയ്യ, ഞാൻ ചത്ത് കളഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. കല്യാണത്തിന് കുറെ ടെൻഷൻ അനുഭവിച്ചതാ. അന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല വിവാഹം കഴിഞ്ഞത്. ഇന്ന് എങ്ങനെ ഈ താലിമാറ്റൽ ചടങ്ങ് നടത്തുമോ, അതോ ഇനിയിപ്പം എൻ്റെ കൊരവള്ളി ഈ തള്ള പൊട്ടിക്കോ എന്ന് ആർക്കറിയാം. സത്യമായിട്ടും ഞാൻ പറയട്ടെ ശ്രുതി, നിന്റെ അമ്മായിമ്മയുണ്ടല്ലോ, ആളെ ഗജഗില്ലിയ ഗജഗില്ലിയോ അങ്ങനെ എങ്ങാണ്ട് പറയുമല്ലേ, അങ്ങനെ എങ്ങാട്ടോ പറയുന്നത് നമ്മുടെ മീര. ഈ തള്ളേനെ സൂക്ഷിക്കണം, നീ സൂക്ഷിച്ചേ പറ്റൂ. ഈ തള്ള രേവതിയുടെ അടുത്ത് ഒത്തിരി കളിയൊന്നും ഇറക്കുന്നില്ല, നിന്റെ അടുത്താ മൊത്തം കളി ഇറക്കുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചിരുന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ അറിയാലോ നിന്റെ കെട്ടിയാൽ ഈ തള്ള പറയുന്നത് കേട്ട് വരച്ച വരയിൽ നിൽക്കുന്ന സുതിയ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, നീ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് മീരെ, നീ എന്നെ പേടിപ്പിക്കാതെ, അയാളിപ്പം തന്നെ വരുമോ, അയാളിപ്പം തന്നെ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ സച്ചിനെ അടുത്ത ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി ഈ രണ്ട് പുള്ളിക്കാരന്മാർ വന്നിട്ടുണ്ടല്ലോ, അതിൽ ഒരാൾ കാലേ ചവിട്ടി, ഇപ്പൊ അടുത്തയാളിങ്ങനെ വരികയാണ്. അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇയാൾ പുറത്തിട്ട് വന്നിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ്. എടാന്നും പറഞ്ഞ് വിളിച്ച് അവർ ഒറ്റ അടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ 5 വിരലും അങ്ങ് കുഴിഞ്ഞങ്ങ് പോയി കാണും കേട്ടോ. അതുമാതിരി ഒരു ഒറ്റ അടി കൊടുക്കുന്ന സച്ചി പെട്ടെന്ന് അങ്ങ് തിരിയുക കലി വന്നിട്ട്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. പക്ഷേ നമ്മുടെ സച്ചി അവിടെയും മിണ്ടാതെ നിൽക്കുകയാണ്. പഞ്ചപുച്ഛ മടക്കി നമ്മുടെ സച്ചി അവിടെയും മിണ്ടാതെ പ്രതികരിക്കാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അയാൾ വന്ന് അടിച്ചത്, അയാൾ പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനെ ഓർത്ത് ഞാൻ അടിച്ചതാണെന്ന്. പക്ഷെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചി ആണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ അയാൾ തടി തപ്പുന്നു. പക്ഷെ അവിടെ നമ്മുടെ സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നു ഓർത്തിട്ട് അവിടെയും നമ്മുടെ സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സച്ചി ആരുവാ ഇവരുടെ വിചാരം? സച്ചി ഡീസന്റിന്റെ അങ്ങേയറ്റത്താ നമ്മുടെ സച്ചി നിൽക്കുന്നത്. അതും നമ്മുടെ രേവതി പറഞ്ഞതായോണ്ട് സച്ചി നമ്മുടെ രേവതിനെ അനുസരിക്കാതിരിക്കില്ല, രവീന്ദ്രനെ അനുസരിക്കാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും പാളി പോവാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ദാമു ഉണ്ടല്ലോ, വെള്ളവടി ദാമു, കോട്ടർ ദാമു അങ്ങനെയല്ലേ വിളിക്കുന്നത്, കോട്ടർ ദാമു, നമ്മുടെ മീര ഏർപ്പാടാക്കിയ കോട്ടർ ദാമു എത്തുന്നുണ്ട്. ദാമു ഏതായാലും വന്നു കഴിഞ്ഞ് നമ്മുടെ സച്ചിനെ മുക്രിയിട്ട് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുടിപ്പിക്കുന്നത് മറ്റേ സംഭവമല്ല, നമ്മുടെ സച്ചിയാണ് പുള്ളിക്കാരനെ മുക്രി കുടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ അടങ്ങിയ ഒരു അടിപൊളി വിശേഷമൊക്കെ ഇനിയിപ്പോൾ നമ്മൾ നാളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ആ പുറത്തുനിന്ന് ഒരു അടി കിട്ടുന്നതും അവിടെ കൊണ്ട് അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കല്യാണം കൊണ്ട് നിൽക്കുകയാണല്ലോ, ഒരു ആഘോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങാൻ ഭയങ്കര പാടാണല്ലോ, എന്ത് ചെയ്യാനാ, വലിച്ച് നീട്ടിക്കൊണ്ട് ഇവരങ്ങ് പോവാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ നമ്മുടെ നാളത്തെ വിശേഷവുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരും കേട്ടോ. ഉച്ചയ്ക്കൊരു 2 മണി, ഒരു 1:45 കഴിയുമ്പോഴത്തേക്കും ഞാൻ വരും. മിസ് ചെയ്ത് കളയാതെ കാണണം കേട്ടോ. പിന്നെ നയനയുടെയും ആദർശിന്റെയും കഥ ഇതിന്റെ പുറകെ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യും. അപ്പം പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ കുർത്തീസ്, ചുരിദാർ മെറ്റീരിയൽസ്, അതുപോലെ സാരി, അങ്ങനെ ലേഡീസിന്റെ കുറേ ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം നമ്മളത് ഓർഡർ അനുസരിച്ച് എടുത്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ, അതായത് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.